ജ്യോതിഷാലയത്തേക്ക് അവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയം കിട്ടു. ഏപ്രിൽ മാസത്തെ ഫലമാണ് ഇപ്പൊ പറയുന്നത്. ഏപ്രിൽ മാസത്തിൽ ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടവും ചേരുന്ന മകരക്കൂറുകാർക്കുള്ള ഏപ്രിൽ മാസത്തെ ഫലമാണ്. ഇവർക്ക് പൊതുവെ ഗ്രഹസ്ഥിതി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടാം ഭാവത്തിൽ ബുധനും ശുക്രനും, മൂന്നാം ഭാവത്തിൽ സൂര്യനും, അഞ്ചാം ഭാവത്തിൽ ചൊവ്വയും, 6-ൽ രാഹുവും, 12-ൽ വ്യാഴം, ശനി, കേതു എന്നിവയുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഇവർക്ക് സമയം അത്ര ക്ലിയർ അല്ല. അതായത് ദോഷകരമായിട്ടുള്ള സമയം. ഗുണദോഷ മിശ്രത്തിൽ ദോഷമാണോ ഗുണമാണോ എന്ന് ചോദിച്ചാൽ ദോഷം തന്നെയാണ്. 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴനും ശനിയും ദോഷത്തെ ഫലം ചെയ്യുന്നതും പൊതുവെ ചാരവശാൽ ഇവർക്ക് ഗ്രഹാതീതങ്ങൾ വളരെ അസഹ്യമായി നിൽക്കുന്നതിനാലും പാഴ്ചെലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. പെട്ടെന്ന് അസുഖങ്ങൾ വരുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗത്തിന് അടിമപ്പെടുവാനും അതുപോലെ തന്നെ മൂത്രാശയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് അടിമപ്പെടുവാനുമുള്ള സാധ്യത കാണുന്നുണ്ട്. വാർദ്ധക്യത്തിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോഴുള്ളത്. മഹാമൃത്യുഞ്ജയ ഹോമം ആപത്തെ തടയുന്നതാണ്. അതുപോലെ തന്നെ ശാസ്താവിന് നീരാഞ്ജന നെയ്വിളക്ക് എന്നിവ നടത്തുന്നത് മൂലം ശനിദോഷത്തെയും ആരോഗ്യത്തെയും സുഖപ്പെടുത്തുന്നതാണ്. പൊതുവെ തൊഴിൽ രംഗത്ത് ഇവർക്ക് പരാജയം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഉദ്ദിഷ്ട കാര്യ സാഫല്യങ്ങൾ നടക്കാതെ വരുന്നത് മൂലം മനോവിഷമങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കുടുംബത്തിൽ അലോസരമായിട്ടുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ പൊതുവെ പഠനത്തിൽ അലോസരമായിട്ടും അലസര സ്വഭാവമായിട്ട് നടക്കുന്നത് മൂലം അവരർക്കും തന്നെ ദോഷകരമായിട്ട് വരാനുള്ള സാധ്യതയും ഇപ്പോൾ കാണുന്നുണ്ട്. എക്സാം വിഷയങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ പരാജയം നേരിടുവാനുള്ള സാധ്യതയുണ്ട്. അതും ഡിഗ്രി തലത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണ് കൂടുതലും അത് ബാധിക്കുന്നത്. അതുപോലെ തന്നെ PSC പരീക്ഷകൾ പാസ്സായി നിന്ന് ലിസ്റ്റിൽ വരുന്നവർക്കെല്ലാം അത് വളരെ തടസ്സം സൃഷ്ടിച്ച് നീങ്ങി പോകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഏപ്രിൽ അവസാനത്തോടുകൂടി ഒരു മാറ്റം വരുവാനുള്ള സാധ്യതയുണ്ട്. അതുവരെ ശ്രദ്ധിക്കണം. ഏപ്രിൽ അവസാനത്തോടുകൂടി ഒരു മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത ഇവർ കാണുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ്. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ദോഷങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. ജനമധ്യത്തിൽ അപമാനം വരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ സൂക്ഷിക്കണം. അതുപോലെ തന്നെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്നത് വളരെ ദോഷ സമയം തന്നെയാണ്. ചെയ്യുന്നതെല്ലാം ദോഷകരമായിട്ട് മാറും. അത് കാരണം അതിനുള്ള ഒരു തന്റെ ഇടവും സാമർഥ്യവും ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തോടുകൂടി അതെല്ലാം പരിഹരിക്കാൻ കഴിയുന്നതുമാണ്. ഏപ്രിൽ മാസം അവസാനത്തോടുകൂടി തൊഴിൽ രംഗം പുഷ്ടിപ്പെടുകയും പിന്നെ അവിടുന്ന് അങ്ങോട്ടുള്ള കാലങ്ങൾ കുറച്ച് അഭിരുചി പെരുകുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കെല്ലാം വളരെ ദോഷകരമാണ്. ഏപ്രിൽ 15 വരെയും ദോഷകരമാണ്. വഴക്ക് അതുപോലെ തന്നെ അടിപിടിക്കുന്ന പ്രശ്നങ്ങൾ അതുമൂലം പിന്നീട് വളരെ ആപത്ത് വരുവാനുള്ള സാധ്യതയുള്ളതിനാൽ വളരെ ശ്രദ്ധിച്ചു വേണം കൈകാര്യങ്ങൾ ചെയ്യുവാൻ. അതുപോലെ തന്നെ സുഹൃത്ത് ബന്ധങ്ങളിൽ ഉലച്ചിലുകൾ വരുവാനുള്ള സാധ്യതയുണ്ട്. അത് ദീർഘകാല വൈരാഗ്യമായി വളരുവാനുമുള്ള സാധ്യതയുണ്ട്. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായി വരും. അതുപോലെ തന്നെ കുടുംബത്തിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായി വരികയും അവരെ നിലയ്ക്ക് നിർത്തുവാൻ കഴിയാതെ വരുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടാവുന്നതാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കർമ്മസ്ഥാനത്തിൽ പൊതുവെ തൊഴിൽ രംഗത്ത് പൊതുവെ അത്ര മനസ്സിന് സുഖം കിട്ടുന്ന അനുഭവങ്ങളായിരിക്കില്ല. അതും ഈ ദോഷത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ വരുവാനുള്ള സാധ്യതയുള്ള എല്ലാവിധ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനും മറ്റും ഏപ്രിൽ 23 ശേഷം പറ്റുന്നതാണ്. ഏകദേശം ഏപ്രിൽ 24, 23 തൊട്ട് ഏപ്രിൽ ലാസ്റ്റ് വരെ ആകുമ്പോഴേക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കഴിയുന്നതാണ്. പുതിയ സംരംഭങ്ങളെല്ലാം തുടങ്ങുകയാണെങ്കിൽ ഇപ്പോൾ വേണ്ട. അത് ഏപ്രിൽ 23 ശേഷം ചെയ്താൽ മതി. പുതിയ സംരംഭങ്ങൾ ഏതാണെങ്കിലും, വാഹനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിലും, പുതിയ ബിസിനസ് തുടങ്ങുകയാണെങ്കിലും, പുതിയ തൊഴിൽ തുടങ്ങുവാനും വിദേശ യാത്രയ്ക്കെല്ലാം മുതിരുന്നവർക്കും ഇതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നിവൃത്തികൾ മൂലം അത് ചെയ്തേ മതിയാവൂ എന്നുള്ളവർക്ക് വന്നിട്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് ശിവക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ ഭോജിക്ക് കൊടുക്കുകയും
തിരുവോണ നക്ഷത്രക്കാർക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ നടത്തുകയും ഔട്ട നക്ഷത്രക്കാർക്ക് ഭഗവതി ക്ഷേത്രത്തിൽ ത്രികാല പൂജ നടത്തുകയും ചെയ്തു വരികയെന്ന പക്ഷം ഇവർക്ക് നിർബന്ധമായും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ വക ചെയ്തതിനു ശേഷം ചെയ്യുക. അതാണ് പറയാനുള്ളത്.